മുണ്ടക്കയിലും ഒപ്പം തന്നെ ചുരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ അത് ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾ മാത്രമാണ് സമ്മാനിക്കുന്നത്. പലപ്പോഴും പല ഘട്ടത്തിലും ഈ ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരും ഒപ്പം തന്നെ സേനയുടെ ഭാഗമായിട്ടുള്ള ആളുകളുമൊക്കെ പല പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് അവരുടെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. എനിക്കൊപ്പം ഇപ്പോൾ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുണ്ട്, സെർച്ചിൻ്റെ ടീമുണ്ട്, ഒപ്പം തന്നെ സെബാസ്റ്റ്യൻ സാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇവരിപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകം സജ്ജീകരിച്ച ഒരു കേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നിരവധിയായ ആഭരണങ്ങൾ ഒരുപക്ഷെ ജീവിതാധ്വാനം കൊണ്ട് ഇക്കാലം കൊണ്ട് നേടിയെടുത്ത ഒരു സമ്പത്തായിരിക്കാം. ആ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയ അവരുടെ ആഭരണങ്ങൾ കണ്ടുകിട്ടുകയായിരുന്നു സെർച്ചിനിടയിൽ. അത് ഇവിടെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. സാർ, എന്തൊക്കെയാണ് അതിലുള്ളത്? സാധനങ്ങൾ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കില്ല. ഇവിടെ വന്നപ്പോഴാണ് ഓപ്പൺ ചെയ്ത് നോക്കിയത്. അതിനകത്ത് കുറച്ച് മാല ഉണ്ടായിരുന്നു, നെക്ലസ്, പിന്നെ കമ്മൽ, അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അവർ ഏൽപ്പിച്ചപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഇത് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചൂരൽമല സ്കൂളിൻ്റെ പുറകിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ തന്നെ സെർച്ച് ടീം കൺട്രോൾ റൂമിൽ എത്തുകയും അപ്പോൾ കൺട്രോൾ റൂമിൽ നിന്ന് നമ്മളെല്ലാവരും കൂടെ ഇപ്പോൾ ഇവിടെ കൊണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇത് കാണുന്നത്? എങ്ങനെയാണ് സെർച്ച് ടീം? ഓക്കെ, അതായത് ഞങ്ങൾ JCBയിൽ നമ്മുടെ ആൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള റെസ്ക്യൂ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ മണ്ണ് മാറ്റുന്നതിനിടയിലാണ് ഈ ബാഗ് ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ബാഗായിട്ട് തന്നെയാണ്? ബാഗായിട്ട് ശ്രദ്ധയിൽപ്പെട്ടതാണ്. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോഴാണ് അതിൽ ആഭരണങ്ങളോ എന്തൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൊണ്ട് എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്? അതിൽ ആധാർ കാർഡുണ്ട്, റേഷൻ കാർഡിൻ്റെ കോപ്പിയുണ്ട്. ലതയെന്ന് പറയുന്ന ആളുടെ പേരിലാണ് ആധാർ കാർഡ് ഉള്ളത്. കുടുംബത്തിൽ 5 പേരോളം ഉണ്ട്. അതിലിപ്പോൾ ആരെയും ഞങ്ങൾ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് അതിൽ കിട്ടുന്നില്ല. ബാക്കി ആൾക്കാരുടെ ഡീറ്റെയിൽസ് അറിയത്തില്ല. അതായത് ഇപ്പം അവർ ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ട് ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ധാരണയില്ല. അതാണ് ഞങ്ങൾ ന്യൂസിനെ അറിയിച്ചു, ഞങ്ങൾ കൺട്രോൾ റൂമിലും അറിയിച്ചു. അപ്പോൾ അവരുടെ മുഖാന്തരം അവരെങ്ങനെ അറിയുന്നെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു. ഇപ്പം നിങ്ങൾ കുറേ ദിവസമായിട്ട് ഇവിടെയുണ്ട്. അപ്പം കാണുന്ന കാഴ്ചകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾ. അതിനിടയിലാണ് ഇത്തരം ചിലപ്പോൾ ജീവിത സമ്പാദ്യമായിരിക്കാം. അപ്പം മുൻപും ഇത്തരം അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും? ഉണ്ട്. ഞങ്ങൾ ഇത് റെസ്ക്യൂ വർക്കിനിടയിൽ ഇത് സ്ഥിരം ഉണ്ടാവാറുള്ളതാണ്. ഞങ്ങളത് ഞങ്ങളുടെ ഓഫീസർമാരെ അറിയിച്ച് ഞങ്ങൾ അതിൻ്റെ ചെയ്യാറുണ്ട്. ഇപ്പം ഇന്നത്തെ സെർച്ച് ഏതാണ്ട് അവസാനിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ വന്ന? ഇന്നത്തെ സെർച്ചിനിടെ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇത് കണ്ടെത്തിയത്. അത് ഞങ്ങളുടെ ഓഫീസറെ അറിയിച്ചു. ഇത്തരത്തിലാണ്, അതായത് കേവലം സെർച്ച് അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷൻ എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു സേനാ വിഭാഗത്തിൻ്റെ ആളുകൾ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് അത് അത്രത്തോളം വലുതാണ്. അവരെ ആ നിലയ്ക്ക് തന്നെ സല്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ സ്വർണ്ണാഭരണം അവരുടെ കൈവശം അത്തരത്തിലൊരു സൂചന കിട്ടിയ ഘട്ടത്തിൽ തന്നെ കൃത്യമായി അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ച ആ മേഖലയിലേക്ക് എത്തിക്കുകയും അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലാണ് ഓരോ ദൗത്യങ്ങളും പുരോഗമിക്കുന്നത് എന്നുള്ളത് കൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ചുരൽമലയിൽ നിന്ന് പറയാനും സാധിക്കും. വീഡിയോ ജേർണലിസ്റ്റ് വിനുവിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, വയനാട്.